ഇനി ഇവളെ കൊണ്ടത് പറയിപ്പിക്കേണ്ടത് നിന്റെ ചുമതലയാ. അത് ഞാൻ ഏറ്റെടുത്തി. എന്നാ പിന്നെ പറയിപ്പിക്കും ഇവളെ കൊണ്ട്. മോളെ, എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ. ഞങ്ങളെ വിശ്വസിക്ക്. കല്യാണ പ്രായമായ പെണ്ണാ. ഇവളെങ്ങനെ ചെന്നായ്ക്കൾക്ക് വിട്ടുകൊടുത്തിട്ട് പോവില്ലേ മോളെ? അവന്തിക ആരാണെന്ന് നീയൊക്കെ അറിയാൻ പോന്നേ ഉള്ളൂ. അയ്യോ അയ്യോ, എന്റെ മോളെ കൊല്ലല്ലേ അവന്തിക. ദേവി, ഇത് ഞങ്ങളെ വിട്ടേക്ക്. അമ്മായി നിന്റെ കാല് പിടിക്കാം. ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. ഞങ്ങൾ ആരും നിനക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. സുഗതൻ മേനോനെ രാജീവിനെ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ മോളെ. അമ്മായി പറയുന്നത് സത്യമാ. വാ അടക്കി തള്ളേ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇനി എന്റെ മുമ്പിൽ വേല ഇറക്കലുണ്ടല്ലോ, തന്തേ പോലെ തന്നെ ആയിരിക്കും തള്ളയുടെ മോളുടെ അവസ്ഥ. അയ്യോ, അങ്ങനെ ഇവളെ കൊല്ലല്ലേ എടുത്തി. ഇവള് നല്ല സുന്ദരിയല്ലേ. ഒറ്റയടിക്ക് അങ്ങ് കൊന്നു കളഞ്ഞ ദൈവം കൊടുത്ത ഈ സൗന്ദര്യമൊക്കെ വെറുതെ പാഴായി പോവില്ലേ? എഴുതി വയ്ക്കോ. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഇവളെ എന്ത് ചെയ്താലും ആരും നിന്നോടൊന്നും ചോദിക്കില്ല. എനിക്ക് വേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, സുഗതൻ മേനോൻ. അയാളുടെ സർവ്വ ഡീറ്റെയിൽസ് ഇവക്കറിയാം. ഇനി ഇവളെ കൊണ്ടത് പറയിപ്പിക്കേണ്ടത് നിന്റെ ചുമതലയാ. അത് ഞാൻ ഏറ്റെടുത്തി. എന്നാ പിന്നെ പറയിപ്പിക്കും ഇവളെ കൊണ്ട്. മോളെ, എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ. ഞങ്ങളെ വിശ്വസിക്ക്. കല്യാണ പ്രായമായ പെണ്ണാ. ഇവളെങ്ങനെ ചെന്നായ്ക്കൾക്ക് വിട്ടുകൊടുത്തിട്ട് പോവില്ലേ മോളെ? ഏട്ടതി പോയി. ഇനി നിന്റെ കാര്യം ഞാൻ തീരുമാനിക്കും. ഈ സുഗതൻ മേനോൻ ആരാണെന്നൊക്കെ നീ അത്ര പെട്ടെന്നൊന്നും പറയണ്ട. നീ വളരെ സാവകാശം പറഞ്ഞാ മതി. എങ്കിലല്ലേ എനിക്ക് നിന്നെ ശരിക്കൊന്ന് ചോദ്യം ചെയ്യാൻ പറ്റും, അല്ലേ മൂർത്തി? പിന്നെ അല്ലാതെ. സന്ദീപ് എങ്ങനെ ചോദ്യം ചെയ്താലും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. അതെ, ഒരമണിക്കൂറേ. ഏട്ടനൊരു ചെറിയ പണിയുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ എങ്ങെത്താം. അതുവരെ നിങ്ങൾ രണ്ടുപേരും റെസ്റ്റ് എടുക്ക. വാ മൂർത്തി. എന്റെ പൊന്നു മോളെ, സത്യം പറഞ്ഞേക്ക്. ഇല്ലെങ്കിൽ അവന്മാര് നിന്നെ പിച്ച് ചീന്തും. എന്റെ ഈശ്വര, വല്ലവരുടെ വാക്ക് കേട്ട് ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടണ്ടായിരുന്നു. അവന്മാരുടെ കുഞ്ഞു കാവടയാട്ടത്തിന് മുന്നില് അമ്മയുടെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? ഇതിനേക്കാൾ വലിയ കാവടിയാട്ടം അവന്മാർ നടത്തുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാ ഞാനിവിടെ ഇരിക്കുന്നേ. അച്ഛനെ കൊന്ന കേസിൽ കോടതി അവന്തികയെ ശിക്ഷിക്കും. അതിന്റെ വെപ്രാളവാ അവൾ ഈ കാണിച്ചത്. മോളെ, നീ ഇങ്ങനെ ഒന്നും പറയാതെ. എന്റെ കൺമുന്നിൽ വെച്ച് നിന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്ക് നല്ല വിശ്വാസമുണ്ട് അമ്മേ. രാജീവ് സാറും സമൃദ്ധ മേഡവും ഇവിടെ വന്ന് നമ്മളെ രക്ഷിക്കും. അതിനു മുമ്പ് അവസരം കിട്ടിയാ അവളോടുള്ള കണക്ക് ഞാൻ തന്നെ തീർക്കും. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മോളെ? കൊല്ലും ഞാൻ അവളെ. എന്റെ മോളുടെയും കാര്യത്തിന് പാവം ഗോകുലിനെ കോടതി കയറ്റുന്നത് എന്തൊരു ക്രൂരതയാ. 10 വർഷം എന്നെ സംരക്ഷിച്ച തെറ്റിനാണോ ആ മനുഷ്യനെ ശിക്ഷിക്കുന്നത്? ഒരു വാക്കുകൊണ്ട് പോലും ഇന്ന് വരെ എന്നെ നോവിച്ചിട്ടില്ല ഗോകുല്, അറിയോ? ആ ഗോകുലിനെ ഇനി ശിക്ഷിക്കരുതെന്ന് സച്ചേട്ടനോട് പറയണം. മറ്റാര് പറഞ്ഞാലും സച്ചേട്ടൻ കേൾക്കില്ല. ആരതിക്ക് മാത്രമേ
സച്ചേട്ടനെ കൊണ്ട് ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റൂ. സച്ചിയോട് ഞാനത് പറഞ്ഞിട്ടില്ലെന്നാണോ അർച്ചന കരുതുന്നത്? ആവർത്തിച്ച് പലതവണ ഞാൻ സച്ചിയോട് ചോദിച്ചു ഇത് വേണോ വേണ്ടയോ എന്ന്. പക്ഷെ സച്ചി നിർബന്ധം പിടിച്ചു. സച്ചി എന്റെ അടുത്ത സുഹൃത്താ. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സച്ചി കേൾക്കുകയും ചെയ്യും. പക്ഷെ ഇക്കാര്യത്തിൽ സച്ചി വലിയ പിടിവാശിയില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇത്രയും നാളും കാത്തിരുന്നല്ലേ, ഇനി കുറച്ചു നാൾ കൂടി കാത്തിരുന്ന പോരെ? ഞാൻ തിരിച്ചു വരില്ലേ? ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ ഗോകുല് തകർന്നു പോരുത്. ആ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ഒരു പിടിവാശി കാണിക്കരുതെന്ന് സച്ചേട്ടനോടൊന്ന് പറയണം. ഇതിപ്പോ സച്ചിയുടെ പിടിവാശിയുടെ മാത്രം കാര്യമല്ല. ഗോകുൽ സാറിന്റെ പേരിൽ ഒരു വക്കീൽ നോട്ടീസ് അയക്കുമ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യയായ എനിക്കുണ്ടായ മാനസിക വിഷമം എത്രയാണെന്ന് അർച്ചനയ്ക്ക് ഊഹിക്കാൻ പറ്റുമോ? അതുപോലും സച്ചി പരിഗണിച്ചിട്ടില്ല. പിന്നെ സച്ചിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിനകം തന്നെ ആ പാവം സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു കഴിഞ്ഞു. ഇപ്പൊ അമ്മയുടെ അസുഖം കൂടി ആയപ്പോ നിലവിട്ടുപോയി. അന്ന് വീട്ടിൽ വന്നപ്പോ തന്നെ അമ്മയുടെ സമനില കൈവിട്ടു പോയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായതാ. അമ്മയ്ക്ക് മുമ്പിൽ ഒന്നും ഓർമ്മയില്ലാത്തവളെ പോലെ അഭിനയിക്കേണ്ടി വന്നപ്പോ സത്യം പറഞ്ഞ എന്റെ മനസ്സാകെ തകർന്നു പോയാരുതി. അപ്പോ അർച്ചനയ്ക്ക് ഊഹിക്കാമല്ലോ സച്ചിയുടെ മാനസികാവസ്ഥ. അമ്മയുടെ ആ അവസ്ഥ തന്നെയാ സച്ചി ഇതിനെ പ്രേരിപ്പിച്ചത്. അർച്ചന തിരിച്ച് വീട്ടിലെത്തിയ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന സച്ചി ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ഗോകുൽ സാറിന്റെ ജീവിതത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ സച്ചി ചിന്തിക്കുന്നത് പോലുമില്ല. ഗോകുൽ സാർ ആത്മഹത്യ ചെയ്താൽ പോലും ഒരു പ്രശ്നമില്ലെന്ന നിലപാടാ സച്ചിയുടെ. ഞാൻ ആത്മഹത്യ ചെയ്ത ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാ. ആരുടെ ആത്മഹത്യ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇത്. വാശി കൊണ്ടും വൈരാഗ്യം കൊണ്ടും തീർക്കാൻ പറ്റുന്നതുമല്ല. ഒരു വശത്ത് സ്വന്തം ഭർത്താവ്, മറുവശത്ത് 10 വർഷം തന്നെ സംരക്ഷിച്ച പുരുഷൻ. രണ്ടും കൂടി ഒരു തുലാസിൽ വെച്ച് നോക്കുമ്പോ ആർക്കായാലും മനസ്സൊന്ന് പതറിപ്പോവും. എന്റെ സച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ സച്ചേട്ടനിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോ ഗോകുലിനും കുടുംബത്തിനും ഒരു പോറല് പോലും ഏൽക്കാൻ പാടില്ല. ഞാനും ഒരു പെണ്ണല്ലേ, അർച്ചന പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവും. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വേണ്ടി കോടതി കയറാൻ ഞാൻ ഗോകുലിനെ അനുവദിക്കില്ല. അത്രയ്ക്ക് വലിയ പാപമൊന്നും ആ ഗോകുല് ചെയ്തിട്ടില്ല. ആ മനുഷ്യന്റെ ഭാര്യയായിട്ട് ഞാൻ ഇതുവരെയും ജീവിച്ചിട്ടില്ല. പക്ഷെ എന്നെ സ്നേഹിച്ചതിനും സംരക്ഷിച്ചതിനും അദ്ദേഹം ബലിയാടായ എനിക്ക് പിന്നെ സച്ചേട്ടനിലേക്ക് ചിലപ്പോ തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് വരെ വരും. ഞാൻ സച്ചേട്ടൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ സച്ചേട്ടൻ ഈ കേസ് പിൻവലിക്കണം. ഞാൻ സച്ചിയോട് ഒന്നുകൂടി സംസാരിക്കാം. ഇപ്പൊ അർച്ചന സമാധാനായിട്ട് പോ.